സാറേ സാറേ ഇവിടെ ഇവിടെ സാറേ എന്താ പോയി അപ്പുറത്ത്? ഞാൻ മണ്ണൂക്കര മുനിസിപ്പാലിറ്റിയില് 18ാം വാർഡിൽ താമസിക്കുന്ന ഒരാളാണ്. അപ്പോ എന്റെ അളിയനെ പട്ടി കടിച്ച്. എന്താണ് പട്ടിയേ? അല്ല, സാധാരണ പട്ടിയാണ്. ഈ തെരുവിലെ ആഞ്ഞ് നടക്കുന്ന പട്ടിയില്ലേ? എന്നിട്ട് അല്ല, അപ്പൊ പട്ടി കടിച്ചിട്ട് ഇപ്പൊ ഞങ്ങള് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയിട്ട് കണ്ടമാനം ചികിത്സയും കാര്യങ്ങളൊക്കെ നടത്തി. ഇപ്പൊ അതില് കാര്യമൊന്നുമില്ല, കായ് കുറെ പോയി. അപ്പൊ അതിന്റെ നഷ്ടപരിഹാരം കിട്ടണം. നിങ്ങളുടെ അളിയനെ പട്ടി കഴിച്ചാൽ ഞാൻ അതിന് നഷ്ടപരിഹാരം തരണേ? നിങ്ങൾ നഷ്ടപരിഹാരം തരണം എന്നല്ല പറയണത്, മുനിസിപ്പാലിറ്റി തരണോ. ഈ തെരുവ് നായക്കളെ നിയന്ത്രിക്കേണ്ടത് മുനിസിപ്പാലിറ്റി അല്ലേ? അതിന്റെ ഉത്തരവാദിത്തം മുനിസിപ്പാലിറ്റിക്ക് ഉണ്ട്. ഇവിടുത്തെ ഉള്ള പണി തീർക്കാൻ സമയം കിട്ടാനില്ല. പിന്നെ ഇവിടെ ഉള്ള എല്ലാരും കൂടെ പട്ടി പിടിക്കാൻ വേണ്ടി പോണത്. അല്ലെങ്കിൽ പോകാൻ നിങ്ങൾ ഈ ചൂടാവാക്കണം എന്താണ്? നിങ്ങളോട് പട്ടിയെ പിടിക്കാൻ പോകാൻ ആരെങ്കിലും പറഞ്ഞോ? നിങ്ങൾ പട്ടിനെ പിടിക്കാൻ പോകണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളിവിടെ മുനിസിപ്പാലിറ്റിക്കാർ ഇവിടെ അതിനെ നിയന്ത്രണം ഏർപ്പെടുത്തണോ? അതിനുള്ള ആൾക്കാരെ ഞങ്ങൾ രംഗത്തിറക്കണം. അല്ലെങ്കിൽ ഈ നാട്ടുകാർ പട്ടിയോട് കണ്ട് ചാവും. ഇക്കാലത്ത് ഏത് പണിക്ക് ആളെ കിട്ടും, പക്ഷെ പട്ടി പിടിക്കാൻ ആളെ കിട്ടൂല. അത് നിങ്ങൾ പറയരുത്. പട്ടീനല്ല, പുലീനെ വരെ പിടിക്കാനുള്ള വാറുണ്ണികളെ നമ്മുടെ നാട്ടിൽ കിട്ടും. പക്ഷെ കായ് ഇറക്കണം. അതൊന്നും നടക്കൂല. എന്താ നടക്കാത്തത്? നിങ്ങള് ഈ കേന്ദ്ര മൃഗപീഡന നിരോധന നിയമം കേട്ടിട്ടുണ്ടാ? എന്താണ് ഈ കേന്ദ്ര മൃഗപീഡന നിരോധന നിയമം കേട്ടിട്ടുണ്ടാ? ഇല്ല. ഞാൻ അവിടെ പറഞ്ഞു തരും. അവര് പറഞ്ഞു തരും. മേഡം, ഇവിടെ ഇപ്പൊ ഈ കേന്ദ്രം ഇതുണ്ടല്ലോ, ഞാൻ എല്ലാം കേട്ടു. നിന്ന് പറയണ ഇവിടെ ഇരുന്നോ? അതല്ലേ മാഡം, ഈ കേന്ദ്ര മൃഗപീഡന നിരോധന നിയമം ഉണ്ടല്ലോ, അതിനെ കുറിച്ച് മാഡം പറഞ്ഞിരുന്നാണ് ഇപ്പൊ പറഞ്ഞത് സാറ്. അതായത് ഇപ്പൊ ഈ പറഞ്ഞ നിയമം അനുസരിച്ച് മുനിസിപ്പാലിറ്റിക്ക് തെരുവ് നായ്ക്കളെ കൊല്ലാൻ അധികാരമില്ല. പിന്നെ ഇക്കാട് അളിയനെ പട്ടി കടിച്ചത് കഷ്ടമായി പോയി. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് കുടുംബടക്കം പറയേണ്ടത് കഷ്ടമായി പോയി. അല്ല, അങ്ങനെ പറയാനേ ഞങ്ങൾക്ക് പറ്റൂ. അല്ല, അതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഇതിനെന്തെങ്കിലും നടപടി എടുക്കണോ? ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ നാരങ്ങ ഉപ്പ് അതൊന്നും കൊടുക്കണ്ട. നാരങ്ങ ഉപ്പ് ഇതൊന്നും കൊടുക്കണ്ട. പിന്നെ ബീഫ് മുതലായ കറികളുണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കണം. കുത്തിവെപ്പ് വളരെ കൃത്യമായിട്ട് എടുക്കണം. പിന്നെ ഒന്നും പേടിക്കാനില്ല. നിങ്ങള് ശരിക്കും ഒരു ഡോക്ടർ ആവേണ്ട ആളാണ്, അല്ലാണ്ട് മുനിസിപ്പാലിറ്റി ഇരിക്കേണ്ട ആളല്ല. ഞാൻ അത് എപ്പോഴും പറയാറുണ്ട്, ഒരു ഡോക്ടറുടെ ലുക്ക് ഉണ്ടെന്ന്. പക്ഷേ അല്ല, അപ്പൊ ഞങ്ങള് ഭക്ഷണം നിയന്ത്രിക്കേണ്ട കാര്യത്തിനെ കുറിച്ചൊക്കെ ഇപ്പൊ മാഡം പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ കന്നുകാലികളെ കൊല്ലണത് ഈ മൃഗപീഡന നിരോധന നിയമത്തിന് ബാധകല്ലേ? മനുഷ്യർക്ക് ഭക്ഷിക്കാനായി കന്നുകാലികളെ കൊല്ലാനുള്ള നിയമമുണ്ട്. ഈ മത്സ്യവും മാംസവും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഘടകങ്ങളല്ലേ? അതെ അതെ അതെ. അപ്പൊ കന്നുകാലികളൊക്കെ കൊല്ലുകയും ചെയ്യാം, സാപ്പിടുകയും ചെയ്യുകയൊക്കെ ചെയ്യാം. മനുഷ്യന്മാരെ കടിക്കാൻ വരിക, ഉപദ്രവിക്കാൻ വരുന്ന ഈ നായക്കളെ മാത്രം തൊട്ടുപോകരുത്. അത് നല്ല നിയമമാണ്. അല്ല, ഇപ്പൊ ഒരു സംശയം ഉള്ളിൽ കിടക്കണ എന്താ വെച്ചാല് സാറേ, ഈ നമ്മൾ ഈ വടക്ക് കിഴക്ക് അതിർത്തി, ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തിയിൽ, അതായത് ഈ നാഗാലാൻഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ സ്ഥലത്ത് അവിടുത്തെ മനുഷ്യന്മാർ ഈ പട്ടിമാംസം കഴിക്കും. പട്ടിമാംസം കഴിക്കും. ഗവൺമെന്റിനെ അറിയിച്ചിട്ട് ഇവിടുത്തുള്ള പട്ടികളിലൊക്കെ ഒന്ന് അങ്ങോട്ട് പാർസൽ അയക്കാല് അവർക്ക് അത് ഭക്ഷണവും ആവും. നമുക്ക് ഈ പട്ടിശല്യം കുറഞ്ഞും കിട്ടും. നിയമം അനുശാസിക്കുന്ന രീതിയിൽ കാര്യങ്ങളും നടക്കും. അത് ഇപ്പൊ പറഞ്ഞത് സർക്കാരിനും കൂടെ ഒന്ന് ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ? അത് സർക്കാരിന് ഒരു വരുമാനം കൂടെ ആവും. അല്ല, അങ്ങനെയല്ല. നമ്മളിപ്പോ സർക്കാർ ഉദ്യോഗസ്ഥരാണ്, നിയമത്തിനെ കുറിച്ച് എതിർത്ത് പറയാൻ പാടില്ല. എങ്കിൽ കൂടി ഒരു പൊതുജന വിഭാഗത്തിന്റെ ഒരു കാര്യം കൂടെ ആയതുകൊണ്ട് അതിനെ കുറിച്ച് ഒരു ചർച്ചയാവുന്നതിൽ തെറ്റില്ല എന്നാണ് എന്റെ. അതാണ് അതുകൊണ്ട് പറഞ്ഞത് ശരിയാണ്. ഞാനും ഉദ്ദേശിച്ചത്
അല്ല ഒന്നാമത്തെ കാര്യം അവരവരുടെ കുടുംബത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴേ അവരവർക്ക് വേദനിക്കുള്ള നാടൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മാഡം പെടുന്ന ഒരു 5-5:30 മണിക്ക് ഇപ്പോൾ ജോലിയും കഴിഞ്ഞ് പോകുന്ന ഒരാളാണ്. നിങ്ങൾ ഇവിടെ കുടുംബത്തിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വാപ്പാക്കോ ഉമ്മാക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ ആർക്കെങ്കിലും പട്ടുകടി കൊണ്ടാനുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. എന്താണ് ഈ പറയണത്? അല്ല അങ്ങനല്ല ഞാൻ പറയാം, ഒരു ഉദാഹരണം പറയാണ്. അല്ല ഒരു ഉദാഹരണവും പറയണ്ട. അങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാവേ ഇല്ല. ഞങ്ങളുടെ ജിമ്മി അങ്ങനത്തെ ആളൊന്നും അല്ല, ഒന്നും മാന്ത പോലും ഇല്ല. അത് മാത്രമല്ല കൃത്യമായിട്ട് വെറ്റിനറി ആശുപത്രി കൊണ്ടുപോയി ഞാൻ അവന് ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്. അല്ല നിങ്ങളുടെ ജിമ്മി നിങ്ങളുടെ ജിമ്മിയിലെ കൂട്ടിലിട്ട് വളർത്തണ പോലത്തെ ജിമ്മികളുടെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്. തെരുവിൽ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് ഇങ്ങനെ പെറ്റ് പെരുകിയിട്ട് നാട്ടുകാർക്ക് ശല്യമായിട്ട് നടക്കണ തെരുവ് നായ്ക്കളുണ്ടല്ലോ, അവറ്റകളുടെ കാര്യമാണ് നമ്മൾ സംസാരിച്ചത്. അപ്പം ഈ മാഡം ഇങ്ങനെ പട്ടികളുടെ പക്ഷം ചേർന്ന് സംസാരിക്കുന്നത് ശരിയല്ല.